നമസ്തേ. ഇപ്പം നിൽക്കുന്നത് ഉത്രാളിക്കാവിൻ്റെ മുൻപിലാണ്. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിലാണ്. പരിയാനംപറ്റ പൂരത്തിന് പോവാണ് കേട്ടോ. ഇന്ന് ഫെബ്രുവരി 19 ഇന്നാണ് പരിയാനംപറ്റ പൂരം. അപ്പോൾ ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ശേഷമാണ് അവിടെ പൂരം കാര്യങ്ങളൊക്കെ ആവണേന്ന് അറിഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 11:30 ആയിട്ടുള്ളൂ. പോണ വഴിക്കപ്പോൾ ജസ്റ്റ് ഉത്രാളിക്കാവിൽ 25 തീയതി പൂരമുള്ള. അപ്പോൾ ജസ്റ്റ് ഉത്രാളിക്കാവിലൊന്ന് ഇറങ്ങിയതാണ്. ഇവിടെ ഇങ്ങനെ പൂരത്തിൻ്റെ പന്തലുകളൊക്കെ വരുന്നുണ്ട്. ഇത് എങ്കക്കാട് ദേശത്തിൻ്റെ പന്തലാണ്. അപ്പുറത്ത് കുമരനെല്ലൂർ ദേശത്തിൻ്റെ പന്തലുണ്ട്. പന്തലിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. 25 തീയതി ആണ് ഉത്രാളിക്കാവ് പൂരം. മുകളിലേക്ക് ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പം എന്ത് അവിടെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ എൻ്റെ മാലയൊക്കെ തൂക്കി. ഇന്നലെ ഇവിടെ പുറപ്പാടായിരുന്നു. അപ്പോൾ വന്ന വഴിക്ക് അവിടെ പറ എടുക്കാനൊക്കെ പോകുന്നത് കണ്ടു. ഇപ്പോൾ ഇന്നലെ വെടിക്കെട്ട് അതിൻ്റെ പുറപ്പാടിൻ്റെ ഭാഗമായിട്ട് പടക്കൊക്കെ കഥനൊക്കെ പൊട്ടിച്ചെന്ന് തോന്നുന്നു. കണ്ടോ അതിൻ്റെ ആണ് അറ്റം തുടങ്ങി. ഇന്നലെ പൊട്ടിച്ച വെടിക്കെട്ട് നടത്തിയതിൻ്റെ ഇതൊക്കെയായി ഇവിടെ കാണുന്നത്. പന്തലോണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇനി ഇവിടെ ഉത്രാളിക്കാവിൽ പൂരക്കാലമായി. ഗംഭീരം. കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു ഉത്രാളിക്കാവിൽ. പറ്റിയ വേറെ തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ ഇത്തവണയും മന്നം. ഇനി പോണ വഴിക്ക് നമ്മുടെ പാഞ്ഞാൾ അയ്യപ്പൻകാവിലൊന്ന് കയറണം എന്നുണ്ട്. പിന്നെ വാഴാലിക്കാവിലൊന്ന് കയറണം എന്നുണ്ട്. ജസ്റ്റ് എല്ലാം പോണ വഴിക്കാണ്. ജസ്റ്റ് കുറച്ച് അങ്ങോട്ട് നീങ്ങിയാൽ മതി. അപ്പം അതൊക്കെ ഒന്ന് കണ്ടിട്ട് നേരെ പരിയാനംപറ്റേക്ക് പോവാം. ചേട്ടന്മാരെ നമസ്കാരം. നമ്മൾ ഉത്രാളിക്കാവിൽ നിന്ന് ഇറങ്ങി നേരത്തെ പറഞ്ഞ പരിയാനംപറ്റേക്ക് പോകുന്ന വഴിക്കാട്ടാ. അപ്പോൾ ജസ്റ്റ് പാഞ്ഞാൾ അയ്യപ്പൻകാവിലേക്ക് ഒന്ന് വന്നേക്കാണ്. പാഞ്ഞാൾ അയ്യപ്പൻകാവിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട് ഈ പാഞ്ഞാൾ അയ്യപ്പൻകാവ് എന്ന് പറയുന്നത്. നമ്മുടെ ദേവാസുരം തുടങ്ങി ചന്ദ്രോത്സവം, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ, പിന്നെ ഇതാണ് അയ്യപ്പൻകാവ്. ഇതിനോട് ചേർന്നുള്ള ഈ ഒരു അമ്പലത്തിൽ മറ്റേ ചിന്താവിഷ്ട ശ്യാമളിലെ മച്ചകത്തമ്മയെ കാൽ തൊട്ട് വന്ദിച്ച് എന്ന് പറഞ്ഞ പാട്ട് തുടങ്ങുന്നത് ഇവിടെയാണ്. പിന്നെ രജനീകാന്തിൻ്റെ മുത്തു സിനിമയിൽ രജനീകാന്തിനെ ഈ ഒരു മരത്തിൻ്റെ മുകളിലാണ് കെട്ടിയിരുന്നത്. ചന്ദ്രോത്സവം സിനിമയിൽ ലാലേട്ടൻ ഈ ഒരു തറയമ ഇരിക്കുമ്പോഴാണ് മീന ഈ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. പിന്നെ ദേവാസുരത്തിൽ രേവതി വന്ന് പ്രാർത്ഥിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ പാഞ്ഞാൾ അയ്യപ്പൻകാവ്. അപ്പം അങ്ങനെ മുൻപ് വന്നിട്ടുണ്ട് ഞാൻ. നമ്മുടെ ഈ അയ്യപ്പൻകാവിൽ വന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. കാവിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഞാൻ അന്ന് വരുമ്പോൾ നമ്മളിവിടെ നല്ല മഴയത്താണ് വന്നത്. ഇങ്ങനെ പച്ചപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ പാടൊക്കെ ഇങ്ങനെ നെല്ലിങ്ങനെ വിളഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. ഇപ്പോൾ ആകെ ഡ്രൈ ആയി. ഉത്സവമൊക്കെ ആയി തോന്നുന്നത് കഴിയുന്നത്. ആലപ്പുണ്ടൊക്കെ കിടപ്പുണ്ട്. അപ്പം അങ്ങനെ പാഞ്ഞാൾ അയ്യപ്പൻകാവും കണ്ടു. ഇനി വാഴാലിക്കാവിലൊന്ന് കയറണം. അതിന് ശേഷം വേണം നമ്മുടെ ഈ പരിയാനംപറ്റേക്ക് പോകാനായിട്ട്. പാഞ്ഞാൾ അയ്യപ്പൻകാവ് നമ്മുടെ ഈ ചന്ദ്രോത്സവം സിനിമ ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു അയ്യപ്പൻകാവിനെ പറ്റി, അതായത് നമ്മുടെ വാഴാലിക്കാവ് ക്ഷേത്രവും അതേപോലെ തന്നെ അയ്യപ്പൻകാവ്, ഈ പാഞ്ഞാൾ അയ്യപ്പൻകാവും ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് നമ്മുടെ ചന്ദ്രോത്സവം സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാട്ടോ. ഇടയ്ക്കൊരു കോൾ വന്നു, അത് കട്ട് ചെയ്തത്. അപ്പം പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചന്ദ്രോത്സവം സിനിമയിലാട്ടോ നമ്മുടെ ഈ അയ്യപ്പൻകാവും അതുപോലെ തന്നെ വാഴാലിക്കാവൊക്കെ ഞാൻ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്നത്. ഏകദേശം 20 വർഷത്തോളമായി ആ സിനിമ. 2005 തോന്നുന്നു ചന്ദ്രോത്സവമൊക്കെ ഇറങ്ങുന്നത്. അന്ന് നമുക്ക് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ ഇതേമാതിരി ഈ സ്ഥലങ്ങളൊക്കെ കണ്ടെത്താനായിട്ട്. എന്നിട്ട് പിന്നെ അന്വേഷിച്ച് പിടിച്ച് പണ്ട് എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിലൊക്കെ, ഞാൻ ഫേസ്ബുക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യണതിന് മുൻപാന്ന് തോന്നുന്നു ഇവിടെ ഈ അയ്യപ്പൻകാവിലും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട്, വാഴാലിക്കാവിലും വന്നിട്ടുണ്ട്.
ഇപ്പം പിന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ വന്നതോടുകൂടി എല്ലാവർക്കും അറിയാം ഈ ഒരു സ്ഥലം. ഗംഭീര നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാട്ടോ ഇവിടെ. ഇതൊക്കെ തൃശ്ശൂർ ജില്ല കേട്ടോ. തൃശ്ശൂർ ജില്ലയുടെ അതിർത്തി ഗ്രാമങ്ങളാണ്. തൃശ്ശൂർ പാലക്കാട് ജില്ലയുടെ അതിർത്തി ഗ്രാമങ്ങളാണ് ഈ വാഴാലിക്കാവ്, അയ്യപ്പൻകാവ് എന്നൊക്കെ, ഈ പാഞ്ഞാൾ എന്നൊക്കെ പറയുന്നത് കേട്ടോ. തൃശ്ശൂർ ജില്ല തന്നെ. അപ്പോൾ നമ്മൾ പാഞ്ഞാൾ അയ്യപ്പൻകാവിൽ നിന്ന് ഇറങ്ങാണ്. ഇതാണ് കേട്ടോ എൻ്റെ അയ്യപ്പൻ ക്ഷേത്രത്തിൻ്റെ പുറകിലുള്ള ക്ഷേത്രത്തിൻ്റെ കുളം. ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൽ ഡ്രോൺ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല പച്ചപ്പിലായതുകൊണ്ട് നല്ല രസമായിരുന്നു അത്. കുളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല പഴയ കുളക്കടവൊക്കെ ഇട്ടുണ്ട. കുറേ സിനിമകളിലുണ്ട് കേട്ടോ ഈ കുളവും ഈ ക്ഷേത്രമൊക്കെ. വലിയ നല്ല ഭംഗികളാണ്, പച്ച വെള്ള. അവിടെ ഒരു കടവുണ്ടേ, അതിങ്ങനെ ഇടിഞ്ഞൊളിഞ്ഞ് കിടക്കാണ്. ഇനി എപ്പോൾ എത്താനാണോ അവിടെ. വേറൊരു സുഹൃത്ത് ഒറ്റപ്പാലത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പറ്റിയ വാഴാലിക്കാവും കൂടി കയറിയിട്ട് അങ്ങോട്ട് പോവാം. നമ്മളങ്ങനെ വാഴാലിക്കാവിലേക്ക് എത്തിയിട്ടോ. ജസ്റ്റ് വാഴാലിക്കാവും കൂടി കണ്ടിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചോ. ജസ്റ്റ് ഇവിടെ ഇറങ്ങുന്നില്ല. ദേ നമ്മുടെ കൂത്തുമാടം കാണാം, ഭാരതപ്പുഴ കാണാം, ആ പാടത്തിനടുക്കുള്ള ആൽമരം അമ്പലം. ഇവിടെയും പൂരവിളംബരം കഴിഞ്ഞു കേട്ടോ. ഇത് മാർച്ച് 3-ാം തീയതി അല്ലേ പൂരം. നമ്മുടെ വാഴാലിക്കാവിലെ പ്രസിദ്ധമായ കൂത്തുമാടം, ഭാരതപ്പുഴ, വാഴാലിക്കാവ് ഭഗവതി ക്ഷേത്രം. ആൽമരം. വാഴാലിക്കാവിൽ മാർച്ച് 3-ാം തീയതി കേട്ടോ വാഴാലിക്കാവിൽ ഉത്സവം. കഴിഞ്ഞ വർഷം വാഴാലിക്കാവ് ഉത്സവത്തിന് വന്നിട്ടുണ്ടായിരുന്നു. പൂരത്തിൻ്റെ കാഴ്ചകളെല്ലാം നമ്മുടെ ചാനലിൽ, കഴിഞ്ഞ പൂരത്തിൻ്റെ കാഴ്ചകളെല്ലാം നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ അങ്ങനെ പരിയാനപ്പറ്റ എത്തിയിട്ടോ. 4 മണിയാവണു. നമ്മുടെ ഒറ്റപ്പാലത്തുള്ള സുഹൃത്ത് സതീഷുണ്ട്. സതീഷൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കാറ് കയറ്റിയിട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഒറ്റയടി പാത പിടിച്ച് ഇങ്ങനെ നടന്ന് ക്ഷേത്രത്തിലേക്ക് പോവാണ്. എൻ്റെ കൂടെ ജോബി ഉണ്ട്, പ്രശാന്ത് ഉണ്ട്. അങ്ങനെ അമ്പലത്തിലേക്ക് പോവാം. അതായിരിക്കും കുട്ടി കഴിഞ്ഞു. ഇന്ന് ഇപ്പോൾ നേരം സ്കൂട്ടി അവിടെ നിന്ന് മാറ്റേണ്ടതാണ്. വാഹനങ്ങൾ കൊണ്ടുവന്നുള്ള കച്ചവടം അനുവദിക്കുന്നതല്ല. ക്ഷേത്രം അനുവദിച്ച വാഹനങ്ങൾക്ക് മാത്രമേ, ക്ഷേത്രം പറയുന്ന സ്ഥലങ്ങളിൽ മാത്രമേ കച്ചവടം ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. ക്ഷേത്രം പാർക്കിംഗ് ഇതുപോലുള്ള കാളകൾ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ ഹരിയാനം പറ്റേത്. ഇതിപ്പോൾ മുകളിലാണ് കണ്ട. അതുപോലെ ആടെ ഇതിൻ്റെ കാളയുടെ പുറകുവശം കേട്ടോ. ഇതുപോലുള്ള ചെറിയൊരു കാളയാണ്.
ഇതാണ് പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രം. നമ്മുടെ ദേവാസുരം സിനിമ വെല്ലാവൂർ ദേവനാരായണൻ കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തത്. വലിയേട്ടനല്ലേ വലിയേട്ടൻ നമ്മുടെ മംഗലംകുന്ന് അയ്യപ്പൻ്റെ ഒരു ചിത്രം വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതെന്താന്ന്? ചവിട്ടുകളി. എന്താ ചവിട്ടുകളിയോ? എന്നുവെച്ചാ അത് ഒരു ടീമോട് നടത്തുന്ന സൗണ്ട് പരിപാടിയാണ് ചവിട്ടുകളി. ആണല്ലേ? ആണല്ലേ? ചവിട്ടുകളി എന്ന് പറഞ്ഞൊരു ഇതാണ് കേട്ടോ, ചവിട്ടുകളി. അതാണ് കിഴക്കേ നട. ആ കിഴക്കേ നടയെന്നുള്ള ആനകളെയാണ് നേരത്തെ പറഞ്ഞത്. ഇനി ഇവിടുന്ന് മുകളിൽ നിന്ന് ആനകൾ വരും, അത് വരാൻ വെയിറ്റ് ചെയ്യാണ്. നല്ല തിരക്കായിട്ട് ഇപ്പം ഏകദേശം 5:45.
ഒന്നും കുമ്പിടാൻ പറ്റാതെ നിങ്ങൾ ഈ തേങ്ങത്തിട്ട് പിന്നെ മര്യാദക്കുള്ള വർത്തമാനം ഇവിടെ ആന കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞാലോ അതിന് അജിക്ക് ഞാൻ പറഞ്ഞോ ആനകൾ കൊണ്ടുപോകാൻ പറഞ്ഞല്ലോ പാലക്കാട് ജില്ലയിലെ പ്രസിദ്ധമായ പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. പൂരത്തിന് ശേഷം ആനകളെല്ലാം മടങ്ങിപ്പോകുന്ന കാഴ്ചയാണിത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.